മുൻ തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ പേരാവൂരിൽ ഇത്തവണ ജയിക്കുമെന്നാണ് KPCC അധ്യക്ഷനും UDF സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളെ അതിജീവിച്ച് കേരളത്തിൽ UDF വൻ വിജയം നേടുമെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. ഇരിട്ടിയിൽ നടന്ന സണ്ണി ജോസഫിന്റെ റോഡ് ഷോയിൽ നൂറുകണക്കിന് UDF പ്രവർത്തകരാണ് പങ്കെടുത്തത്. ബെൻസൻ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫിന്റെ റോഡ് ഷോ ഇതാ പുരോഗമിക്കുകയാണ്. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ റോഡ് ഷോയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഏത് നിലയിലാണ് വിജയപ്രതീക്ഷ? ഏത് നിലയിലാണ്? വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ശൈലജ ടീച്ചറാണ് എതിരാളി. ആ ഒരു പ്രതിസന്ധി ഉണ്ടോ? ഞാൻ 2011 ഷാഫി ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിനും ജയിച്ചതാണ്. ഇപ്പം നിലവിലെ ഈ കണ്ണൂരിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഒരു തിരിച്ചടിയാകുന്നുണ്ടോ? കണ്ണൂരിൽ ആകമാനം ഉണ്ടാവുന്നുണ്ടോ? സുധാകരന്റെ വിഷയം ഒരു പ്രശ്നം. ഏറ്റവും നല്ല രാഷ്ട്രീയ സാഹചര്യം ഇന്നുള്ളത്. ഒരു തിരിച്ചടി ഉണ്ടാവില്ല. 15,000 വോട്ടിന് പേരാവൂർ മണ്ഡലം UDF നിലനിർത്തും. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് നിലയിലാണ് വിജയപ്രതീക്ഷ? വലിയ പ്രവർത്തക പങ്കാളിത്തം ഉൾപ്പെടെയുണ്ട്. 5 ഭൂരിപക്ഷത്തിൽ ബഹുമാന്യനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തും. നിയമസഭയിൽ എത്തുമ്പോൾ അദ്ദേഹം MLA മാത്രമായിരിക്കില്ല, അടുത്ത സർക്കാരിനെ നയിക്കുന്ന മുഖങ്ങളിലൊന്നായി അദ്ദേഹം മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ താങ്കളുടെ എതിരാളി ശൈലജ ടീച്ചറായിരുന്നു. ഇവിടെ സണ്ണി ജോസഫിനും അതേ എതിരാളി തന്നെയാണുള്ളത്. എന്റെ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്നു. അതല്ല പ്രശ്നം. ഇവിടെ ആര് മത്സരിക്കുന്നു എന്നല്ല, ഇവിടെ ജനങ്ങൾക്കെതിരായ സർക്കാരും തമ്മിലാണ് മത്സരം. അതിനകത്ത് മറ്റൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്കൊപ്പം ഈ കാലത്ത് അടിയുറച്ചു നിന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് KPCCയുടെ അമരക്കാരനാണ്, പ്രിയപ്പെട്ട സണ്ണി ജോസഫ് MLA അവറുകളാണ്. പേരാവൂരിന് അറിയാം താലൂക്ക് ഉൾപ്പെടെ ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മനസ്സുകൾ അദ്ദേഹത്തെ ഇതിനകം തന്നെ ജയിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടുന്ന് വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ട ദിനങ്ങളിലേക്കാണ് കടക്കുന്നത്. നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ സുധാകരന്റെ വിഷയം ഉൾപ്പെടെ അത് ഏതെങ്കിലും നിലയിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, വിഷയങ്ങളുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട്, MP-മാരുമായിട്ട് മത്സരവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അത് കോൺഗ്രസിനകത്ത് കൺഫൈൻ ചെയ്ത് നിൽക്കുന്ന ഒന്നല്ല. TK ഗോവിന്ദനെ പോലെ ഒരാൾ പാർട്ടിക്ക് പുറത്തു വന്ന് നടത്തിയ പത്രസമ്മേളനം ശരിക്കും ഒരു CPM-കാരനുള്ള സ്റ്റഡി ക്ലാസ് ആയിരുന്നു. S രാജേന്ദ്രൻ ഇപ്പൊ എവിടെയാണ്? PV അൻവർ ഇപ്പൊ എവിടെയാണ്? ആയിഷ പോറ്റി ഇപ്പൊ എവിടെയാണ്? CC മുകുന്ദൻ കഴിഞ്ഞ ദിവസം സിറ്റിംഗ് MLA BJP-യുടെ മാലയിട്ട് പോയി. BJP-യുടെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം, ആ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും അവർക്കെതിരായി BJP-ക്ക് അകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ മാത്രം കൺഫൈൻ ചെയ്ത് നിൽക്കുന്ന ഒന്നല്ല. ഇനി ഒരു കാര്യം പറയാം, ഞങ്ങള് സ്ഥാനാർത്ഥി പട്ടിക വൈകി, ശരിയാണ്. പക്ഷെ ഒരു കാര്യം, ആ സ്ഥാനാർത്ഥി പട്ടിക വൈകിയപ്പോ ഫീൽഡിൽ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുക. സ്ഥാനാർത്ഥി പട്ടിക വന്നു, കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഫീൽഡിൽ ഇറങ്ങി. അതിന്റെ ഇമ്പാക്ട് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഇത് കൂടാൻ പോവുകയാണ്. ഫീൽഡിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഇറങ്ങുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറും. ലോക്സഭ ആവർത്തിക്കും, ലോക്കൽ ബോഡി ആവർത്തിക്കും, ഉപതെരഞ്ഞെടുപ്പുകൾ ആവർത്തിക്കും. UDF കേരളത്തിൽ ജനങ്ങൾ ജയിക്കും, UDF കേരളത്തിൽ അധികാരത്തിൽ വരും. ആ നിലയിൽ തന്നെയാണ് വലിയ വിജയപ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചതുപോലെ തന്നെ സമാന രീതിയിൽ തന്നെ വലിയ വിജയം പേരാവൂരിലും നേടാനാകുമെന്ന പ്രതീക്ഷ സണ്ണി ജോസഫ് ഉൾപ്പെടെ പങ്കുവെക്കുന്നു. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ റോഡ് ഷോയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടിയിൽ നടക്കുന്ന റോഡ് ഷോയിൽ വലിയ പ്രവർത്തക പങ്കാളിത്തമാണുള്ളത്. MN നിതീഷിനൊപ്പം ഇരിട്ടിയിൽ നിന്നും ബെൻസൻ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കണ്ണൂർ.